നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ റണ്ണിങ് സ്റ്റിച്ചിലൂടെ എങ്ങനെയാണ് കാന്ത എംബ്രോയിഡറി ചെയ്യാമെന്നും അതിൻ്റെ സ്റ്റിച്ചസുകളും നമ്മൾ പരിചയപ്പെടുത്തി. അതേപോലെ തന്നെ എങ്ങനെയാണ് കാന്ത എംബ്രോയിഡറി ചെയ്യാന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കഴിഞ്ഞ വീഡിയോ പോയി കാണണം. അതിൽ നമുക്ക് കാന്ത എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഫെദർ സ്റ്റിച്ച് സിംഗിൾ ഫെദർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ഇപ്പോൾ എല്ലാവരുടെ ചുരിദാറിലും നമുക്ക് ഒരു മെയിനായിട്ട് കാണുന്ന സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. എല്ലാവരും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ട് തന്നെയാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്ക് ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഫ്രഞ്ച് നോട്ട് വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റിച്ചസുകളെന്ന് ചെയ്യാൻ നോക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ഫെദർ സ്റ്റിച്ചും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച സ്റ്റിച്ചസുകളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത്. നമ്മൾ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തുന്നൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുന്നി തുടങ്ങാം. നമ്മൾ ആദ്യം ലൈനിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. നമ്മൾ ആദ്യം സൂചി മടക്കിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു സ്റ്റിച്ചിൻ്റെ അകലം കണക്കാക്കിയിട്ട് ഫ്രണ്ടിക്ക് അടുത്ത സ്റ്റിച്ചിൻ്റെ അകലത്തേക്ക് കുത്തി. അതിനുശേഷം നമ്മളത് പുറത്തേക്ക് വലിച്ചെടുത്തു. അതിനുശേഷം പിന്നെയും ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് എവിടെയാണ് നിൽക്കുന്നത് അതേ ഹോളിലോട്ട് തന്നെ പിന്നെയും എടുക്കുകയാണ് ചെയ്യണേ. നമ്മുടെ എംബ്രോയിഡറി സ്റ്റിച്ചസിൽ വെച്ച് ഏറ്റവും ബലം കൂടിയ സ്റ്റിച്ച് ഇതാണ്. ഉറപ്പുള്ളത് ബലമുള്ളതൊക്കെ ഈ സ്റ്റിച്ചാണ്. അതായത് മുകളിൽ നിന്നും താഴത്തോട്ട് കുത്തിയിറക്കി അടുത്ത സ്റ്റിച്ച് അവസാനിക്കുന്ന ഭാഗത്ത് നിന്നും വീണ്ടും ആ സ്റ്റിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ബോർഡറുകളൊക്കെ അതായത് ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യാൻ, അതായത് ഔട്ടർ ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലൈനുമായി തന്നെ കാണും, വിടവുകൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരു സ്റ്റിച്ച് തുടങ്ങി അവസാനിക്കുന്നിടത്ത് തന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെയും ഹോളിലേക്ക് നമ്മൾ ഇടാണ്. ഈ സ്റ്റിച്ച് എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബോർഡറുള്ള വല്ല ഡിസൈനാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടതാണ്. റണ്ണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം പഠിക്കുക എല്ലാവരും ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. നമുക്കിവിടെ ബാക്ക് സ്റ്റിച്ച് അവസാനിക്കാം. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി കാണും. നമ്മൾ ബാക്ക് സ്റ്റിച്ച് അവസാനിച്ചു. ഇനി എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നോക്കാം. ഫ്രഞ്ച് നോട്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിലൊരു നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് വരുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തുണിയുടെ ബാക്കിൽ ചെയ്യുന്ന മാതിരി കെട്ടിട്ട് കൊടുത്തു. 6 ചെയ്താൽ 3 ചെയ്യാം, അതിലും കൂടുതലും ചെയ്യാം. നമുക്ക് നോട്ടിൻ്റെ കനത്തിനനുസരിച്ചിട്ട് ഇഴ കൂട്ടാം. 6 10 12 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിൽ നോട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് രൂപത്തിലാക്കണം. ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് കണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ കെട്ട് വന്നിപ്പോൾ, അതായത് കെട്ട് രൂപത്തിലാക്കി ഞാൻ ഇവിടെ കണ്ട. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സൂചി പതിയെ താഴത്തോട്ട് വലിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു നോട്ട് വീണു. ഇതാണ് ഫ്രഞ്ച് നോട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു
സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. അടുത്ത നോട്ട് ഇടാൻ പോവാണ് ഞാനിവിടെ. അതിനുശേഷം ആ ഹോളിലേക്ക് തന്നെ സൂചി ഇറക്കി നൂല് വലിച്ചു, നോട്ടായി അവിടെ. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ വലിച്ചിറക്കുമ്പോൾ അവിടെ ഒരു ഫ്രഞ്ച് നോട്ട് വന്നു. നമുക്ക് അടുത്ത ഫ്രഞ്ച് നോട്ട് ചെയ്യാം. മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ച് നോക്കാം. ഇതാ നൂല് നമ്മൾ എന്ത് ചെയ്തു, ട്വിസ്റ്റ് ചെയ്യുന്നു. ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൂചി ഹോളിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഈ ഹോളിലേക്ക് തന്നെ ഇറക്കി. മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇവിടെ കെട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വലിച്ചിറക്കും. അപ്പോൾ അവിടെ അടുത്ത നോട്ട് വന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ഉണ്ടതെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. ഫെദർ സ്റ്റിച്ച് നമ്മുടെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉണ്ട്, അതിൻ്റെ ഒരു വകഭേദമാണ് ഫെദർ സ്റ്റിച്ച്. ഫെദർ എന്ന് പറയുമ്പോൾ അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫെദർ മാറിക്കെടുക്കുക എന്നൊക്കെയാണ് കാണുന്നത്. ഇത് കൂടുതലായിട്ടും ലീഫുകൾ ചെയ്യുന്നതിനും എംബ്രോയിഡറിയിൽ എന്താ പറയുക, ലീഫ് അതേപോലെ തന്നെ പൂവ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതൊരു ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നേരെ നിൽക്കും, ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് വളഞ്ഞു നിൽക്കുന്നു. ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ അവസാനത്ത് നിന്നാണ് നമ്മൾ തുന്നി തുടങ്ങുന്നത്. ചെടിയുടെ അഗ്രഭാഗം എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ തുന്നി തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അത് ഞാനിവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് ഈ 3 സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫെദർ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടൊരു ഡിസൈൻ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതായത് ചെരിച്ച് കുത്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റിച്ചസിൽ നിന്നും ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഫെദർ സ്റ്റിച്ചസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഫ്രഞ്ച് നോട്ട് ചെയ്തോളൂ എല്ലാവരും. ഫ്രഞ്ച് നോട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സിൽ നെക്കിൽ ചെറിയ രീതിയിലായാലും ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഫ്രഞ്ച് നോട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഈ ഫെദർ വയ്ക്കുകയാണെങ്കിലും നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലായാലും ബേബി ഡ്രസ്സില്ലേ, ബേബി ഡ്രസ്സ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബേബി ഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റിൽ ചെറിയ എംബ്രോയിഡറി ഡിസൈൻസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ആ ഉടുപ്പിൻ്റെ തന്നെ ഒരു ടോട്ടൽ ലുക്ക് മാറും എംബ്രോയിഡറി വരുമ്പോൾ. അതും നമ്മൾ ചെയ്യുമ്പോൾ എന്തായി നമുക്ക് അതിനൊരു കൂടുതൽ ഡ്രസ്സിനോട് ഇഷ്ടം വരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 3 സ്റ്റിച്ച് അവസാനിച്ചു. ബാക്ക് സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, സിംഗിൾ ഫെദർ മാത്രമല്ല ഡബിൾ ഫെദർ ഉണ്ട്, ട്രിപ്പിൾ ഫെദർ ഉണ്ട്. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ ഈ 3 സ്റ്റിച്ചസ് എല്ലാവരും പഠിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിതെങ്ങനെയാണ് ഇനിയൊരു ഡിസൈൻ ആയിട്ടുള്ളതെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ബേസിക് സ്റ്റിച്ച് ആയിട്ടുള്ള ബാക്ക് സ്റ്റിച്ചും അതേപോലെ തന്നെ സിംഗിൾ ഫെദർ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ചെയ്യുന്നതെന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഡിസൈനിലോട്ട് പോകാം, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ച് അവസാനിപ്പിക്കലേ ചെയ്യുന്നത്. നമ്മൾ അത് എങ്ങനെയാണ് ഒരു ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതുകൂടി നമ്മുടെ ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സ്റ്റിച്ചസും ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡിസൈൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുന്ന പോലെ എന്നുള്ളൊരു എംബ്ലണ്ട്, അതാണ് നമ്മൾ ഈ വട്ടം എംബ്രോയിഡറി ആയിട്ട് ഡിസൈൻ ചെയ്യും. അതിൻ്റെ ബേസിലായിട്ട് ഫെദർ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഒരു ലീഫിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.